പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് രക്ഷിക്കപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഈ സഭ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് പാപമില്ലാത്തൊരു ഹൃദയത്തോടെ, വിശുദ്ധമായ ഹൃദയത്തോടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനുള്ള വരം ലഭിച്ചു അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ ഹൃദയത്തിൻ്റെ അവിടെ ജീവിക്കുന്ന അവരെയാണ് നമ്മൾ ഈ സഭ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ സഭ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വിശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കണം. അവരാണ് എടുക്കപ്പെടുന്നത്. അതിനാൽ നമ്മളെപ്പോഴും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധമായ ഹൃദയത്തോടെ, പകയും വിദ്വേഷമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, പാപമില്ലാത്ത, നമ്മുടെ അധരങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു വിശുദ്ധ ഹൃദയത്തോടുകൂടെ ജീവിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അതിനാൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്.